ഗുഡ് മോർണിംഗ്. അപ്പം സമയം ഒരു 4:45 മണിയൊക്കെ ആയി. ഞങ്ങൾ ഒരിടം വരെ പോകാനായിട്ട് റെഡി ആവുകയാണ്. കുഞ്ഞ് യൂഷ്വലി ഈ സമയത്ത് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഈ സമയത്താണ് എഴുന്നേക്കുന്നത്. കുഞ്ഞിനെ ഞാൻ പയ്യെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ആശു റെഡി ആയിക്കൊണ്ടിരിക്കുക. കുഞ്ഞിനെയും ഞാൻ റെഡിയാക്കി. ഭയങ്കര ത്രില്ലിലാണ്. യാത്ര പോകാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് വലിയ ത്രില്ലിലിരിക്കുകയാണ്. പോകുന്ന സ്ഥലമൊക്കെ ഞാൻ വഴിയെ പറയാം. സോ ഹലോ കൂട്ടുകാരൻ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എന്നാലും നല്ല ഒരു ഞായറാഴ്ചയാണ്. ഇന്നത്തെ പരിപാടി ഒരു ചെറിയൊരു ട്രിപ്പ്, അത്രയേ ഉള്ളൂ. സോ ഇന്ന് നമ്മൾ പോകുന്ന സുള്ളിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ കറൻ്റ് നമ്മൾ 6:30 ആയി. നമ്മൾ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ പോകുന്ന റൂട്ടിലാണ്, എക്സ്പ്രസ് ഹൈവേയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി നമ്മളെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാംഗ്ലൂരെ നീര എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മുടെ കേരളത്തിലെ തനതായ കള്ള് ചോടി, അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ട്രൈ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ച് അതെങ്ങനെയുണ്ട്, സാധനം കൊള്ളാമോ, എന്താണ് അതിൻ്റെ വ്യത്യാസം കേരളത്തിലായിട്ട്, അതാണ് ഇന്നത്തെ ഒരു കണ്ടന്റ്. നമ്മളെന്താ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ നല്ല ഒന്നാന്തരം പാല് പോലെ ഇരിക്കുന്ന കള്ള് കിട്ടാറുണ്ട്. മുന്തിരിക്കള്ള്, പല വെറൈറ്റി കള്ളുകളുണ്ട്. അന്തിക്കള്ളുണ്ട്, മുന്തിരിക്കള്ള്, അതേപോലെ തന്നെ കാന്താരിക്കള്ള്. ഇപ്പൊ പുതിയ പുതിയ വെറൈറ്റികളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തൊക്കെയാണെന്ന് അറിയില്ല, ഇന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. നോർമൽ സാധാരണ കള്ള് മാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പല വെറൈറ്റീസ് കള്ളുണ്ട് കേരളത്തിൽ. പക്ഷെ അതേപോലെ തന്നെ കർണാടകയിലെ എല്ലാവരും പറയുന്നുണ്ട് അടിപൊളി സാധനമാണ് എന്ന്. കർണാടകക്കാർ പറയുന്ന കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, നമ്മുടെ കൂട്ടത്തിലുള്ള പലരും പറയുന്നുണ്ട് കർണാടകയിലെ ഇത് ഭയങ്കര അടിപൊളിയാണെന്നാണ് പറഞ്ഞു കേൾക്കണേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ സുള്ളേരി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും ഇടയിൽ വരുന്നൊരു സ്ഥലമാണ് സുള്ളേരി. ഇത് വളരെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ അറൗണ്ട് 1 മണിക്കൂർ അത്രയും ദൂരമേ ഉള്ളൂ. നമ്മൾ അവിടെ പോയിട്ട്, അവിടെ ഇവരുടെ ജോലി അതാണ്, ഏക്കറണക്കിന് തെങ്ങുതോപ്പുണ്ട്. അവർ ഈ ലൈസൻസ് വെച്ച് വിൽക്കുന്നതാണ് ഈ സാധനം. അപ്പോൾ അവിടെ വരെ പോയി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് ഇതുവരെ എന്താണ് വ്യത്യാസം എന്നങ്ങോട്ട് വലുതായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് തപ്പി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, കേരളത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ കള്ളെടുക്കാൻ വേണ്ടി. കൂമ്പ് ചെത്തിയിട്ട് അതിൻ്റെ മേളിൽ എന്തോ ചേരെന്തോ വെച്ച് അതിനടുത്ത് മറ്റേ ഇതിൻ്റെ ഓല എന്തോ കെട്ടി വെച്ചിട്ട് ഔത്തേന്നാണ് കിറ്റി കുടത്തിലോട്ട്. അതേപോലെ തന്നെ ഒരു എല്ല് വെച്ചിട്ട് ടാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവർ ഡയറക്റ്റ് ചെത്തി കുടത്തിനകത്ത് വെക്കുന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ കള്ള് പാല് പൊരിക്കും, വെള്ള കളറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടുത്തേത് വാറ്റ് പോലെ ഇരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ചവെള്ളം പോലെ തന്നെ അതിനകത്ത് ഇച്ചിരി ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ശർക്കര കലക്കി പോലെ ചെറിയൊരു ബ്രൗൺ കളറിലുള്ളൊരു വെള്ളമാണ്. സോ ഇവിടെ അതിന് പറയുന്നത് നീര എന്നാണ് പറയുന്നത്. സോ അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നും എത്രയാണ് അതിൻ്റെ വിലയെന്നും. നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ലിറ്ററിന് 200-250 രൂപയോ പല പല കള്ള് ഷാപ്പിലുണ്ട്. പല റേറ്റുകൾ വ്യത്യാസം ഉണ്ടാവും, എനിക്കറിയില്ല, ക്ഷമിക്കണം തെറ്റാ ഞാൻ പറയുന്നെങ്കിൽ. പല റേറ്റിന് ഉണ്ടാവാം. പക്ഷെ ഇവിടെ ലിറ്ററിന് വരുന്നത് 150 രൂപ ആണ് വരുന്നത്. അവർ തന്നെ കുപ്പിയിലാക്കി തരുന്നുണ്ട്, കന്നാസിനകത്താക്കി തരുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കുഞ്ഞിനെ കൊണ്ടാണോ കള്ള് വാങ്ങിക്കാൻ പോകുന്നതെന്ന്. അങ്ങനൊന്നും അല്ല. ഞാനും കുഞ്ഞും കാറിലിരിക്കും. ഇത് ഷോപ്പും കാര്യങ്ങളും ഒന്നുമല്ല. ഇതൊരു ഗ്രാമപ്രദേശത്ത് അവർ സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് തെങ്ങും തോപ്പ് വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് അവർക്ക് ലൈസൻസോടെ അവർ കള്ള് ചെത്തിയെടുക്കുന്നു. അവിടെ നിന്ന് നമ്മൾ ഇത്ര രൂപ കൊടുത്ത്, അത് ചീപ്പ് റേറ്റിലാണ് കിട്ടുന്നതെന്ന് പറയുന്നു. അപ്പം അവിടെ പോയി നമ്മളത് കളക്ട് ചെയ്യുന്നു, അതായത് വാങ്ങിക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും വാങ്ങിക്കും. പിന്നെ ഫാമിലി ആയിട്ട് പോകുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം ആൾക്കാർ വരുമോ ഇല്ലയോ എന്ന്. പിന്നെ ഞങ്ങൾ ചുമ്മാതെ വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ വന്നതാ. കുഞ്ഞിന് പിന്നെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അവള് കാറിലാണെങ്കിലും വഴക്കില്ലാതെ അവൾ ഇരുന്നോളും. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അവൾ ഇരുന്നോളും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ റിലാക്സേഷൻ ആവുമല്ലോ എന്ന് കരുതി ഞങ്ങളും ഇറങ്ങിയതാ. പിന്നെ പോകുന്ന വഴി
വഴിക്ക് നമുക്ക് വീഡിയോ എടുക്കാമല്ലോ. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല, തിരിച്ച് വരുന്ന വഴിക്ക് കഴിക്കാം എന്നുള്ള തീരുമാനത്തിലിരിക്കുക. നോക്കട്ടെ, അവിടെ ചെന്നിട്ട് നമുക്ക് എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നറിയത്തില്ല. ഞാനെന്തായാലും കാറിലായിരിക്കും ഞാനും കുഞ്ഞിരിക്കുന്നത്. ആശന് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ആശ കുറച്ച് വീഡിയോസ് എടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. വീഡിയോ കിട്ടുവാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് എന്താണെന്നൊക്കെ. കുംഭപുരയായി. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചുഞ്ചി ഫോൾസ് പോയത് ഓർമ്മയുണ്ടോ? വീഡിയോ കണ്ടിട്ടില്ലാത്തവര് വീഡിയോ കണ്ടു നോക്കണേ. ട്രീ പാർക്ക് കോളേജ് സ്കൂൾ, അതായത് +1 +2 പിന്നെ പ്രൈമറി സ്കൂളുകളെല്ലാം. നല്ല രസമായിരിക്കും. ഇതാ പോലീസ് ട്രെയിനിങ് സ്കൂള്. ഇവിടുന്ന് പോലീസുകാരെ ട്രെയിൻ ചെയ്തിട്ട് പോലീസ് ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നീ എന്നെ പിടിച്ച് ട്രോളാതിരുന്നാല്. ഇവിടെ മൊത്തം സൈഡില് വേസ്റ്റ് ആൾക്കാർ കൊണ്ടിട്ടേക്ക. നല്ലൊരു ഏരിയ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ്. നമ്മള് 15 മിനിറ്റോടെ നമ്മൾ ലെഫ്റ്റ് കയറി പോവാം. ഇച്ചിരി ഉള്ളേരിയ ആൾക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഉള്ളേരിയ കൂടെ പോവാന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ നിന്നൊരു 10-15 മിനിറ്റ് കൂടെ ഉള്ളൂ നമുക്ക് സ്ഥലത്തെത്താനായിട്ട്. അതാണ് സ്ലോട്ടൊക്കെ തന്നത്. മൊത്തത്തിൽ നമുക്കിപ്പോൾ 5 ലിറ്റർ സാധനം വാങ്ങിച്ചു. ഭയങ്കര തിരക്കായിരുന്നു, ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുക. അത് ഇപ്പോഴും വണ്ടികളിങ്ങനെ കിടപ്പുണ്ട് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. ഒരു വിധത്തിലാണ്. അവിടെയാണ് നമുക്ക് സാധനങ്ങൾ കൊടുക്കുന്ന ആൾക്കാരെല്ലാം പോയിട്ട് വരുന്നുണ്ട് വാങ്ങിച്ചുകൊണ്ട്. സോ ഇവിടുന്ന് നമ്മൾ സാധനം വാങ്ങിച്ചത്. വേറെ ബാൻഡറും കാര്യങ്ങളും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് വാങ്ങിക്കാമെന്നൊക്കെയാണ്. ഈ ടൈപ്പ് ഓട് കണ്ടിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചുഞ്ചി ഫോൾസ് പോകാൻ നേരത്ത് വീടിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഓട് വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇന്നിപ്പം ഇവിടെ വന്നപ്പം അത് കണ്ടു. അപ്പം ഞാൻ നിങ്ങളെ കൂടെ
കാണിക്കാമെന്ന് വിചാരിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി.